ജരാസന്ധനും ശ്രീകൃഷ്ണനും തമ്മിൽ ഒരുപാട് തവണ യുദ്ധം ചെയ്തിട്ടുണ്ട്. ജരാസന്ധൻ്റെ പുത്രിയെയാണ് കംസൻ വിവാഹം ചെയ്തിരുന്നത്. ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചപ്പോൾ ശ്രീകൃഷ്ണനോട് ജരാസന്ധന് അടങ്ങാത്ത പകയുണ്ടായി. തൻ്റെ പുത്രിമാരെ വിധവകളാക്കിയ ശ്രീകൃഷ്ണനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി, അതായത് ശ്രീകൃഷ്ണൻ ചെറിയ ആളല്ലെന്ന് ജരാസന്ധന് നന്നായിട്ടറിയാം, കൗമാരപ്രായത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കംസനെ വധിക്കുന്നത്. മാത്രവുമല്ല, കംസൻ അയച്ച ഒരുപാട് രാക്ഷസന്മാരെയും കൃഷ്ണൻ തൻ്റെ ബാല്യം മുതലേ കൊന്നൊടുക്കിയിട്ടുമുണ്ട്. അതിനാൽ ശ്രീകൃഷ്ണന്റെ ശത്രുക്കളായ രാജാക്കന്മാരെയൊക്കെ ചേർത്ത് ജരാസന്ധൻ ഒരു വലിയ സൈന്യത്തെ തന്നെ ഉണ്ടാക്കി. അതിനുശേഷം മധുരയെ ആക്രമിച്ചു. ഘോരമായ യുദ്ധമായിരുന്നു അത്. ആ യുദ്ധത്തിൽ നിന്നും വർഷിച്ച അമ്പുകളാൽ ആകാശത്ത് ഇരുട്ട് പരന്നുവത്രേ. അതായത് അത്രയ്ക്കും ഘോരമായ യുദ്ധമാണ് ഉണ്ടായത് എന്നർത്ഥം. യുദ്ധത്തിനൊടുവിൽ ജരാസന്ധൻ്റെ സൈന്യങ്ങളെല്ലാം ക്ഷയിച്ചു പോയി. ബാക്കി വന്നവർ ജീവനും കൊണ്ടോടി. ആ സമയം ജരാസന്ധൻ ബലരാമനോടൊപ്പം മല്ലയുദ്ധത്തിനായി ഏർപ്പെട്ടു. ബലരാമനോ മല്ലയുദ്ധത്തിൽ വിരുദ്ധനായിരുന്നു. മറ്റുള്ളവരെ ഭയപ്പെടുത്തുമാറ് ഇരുവരും യുദ്ധം തുടർന്നു. യുദ്ധത്തിൽ ബലരാമൻ ജരാസന്ധനെ കീഴ്പ്പെടുത്തിയെങ്കിലും കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ജരാസന്ധനെ വിട്ടയക്കുകയാണുണ്ടായത്. പക്ഷേ ജരാസന്ധൻ ഏതാണ്ട് 18ഓളം പ്രാവശ്യം ശ്രീകൃഷ്ണനോട് യുദ്ധത്തിനായി വന്നിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും സൈന്യത്തെ മാത്രം കൊന്നൊടുക്കി ജരാസന്ധനെ വിട്ടയക്കുകയുമാണ് ചെയ്തത്. എന്നാൽ കൃഷ്ണന്റെ ഈ പ്രവൃത്തിയോട് വിയോജിപ്പ് തോന്നിയ ബലരാമൻ ഒരു പ്രാവശ്യം കൃഷ്ണനോടായി ഇത് ചോദിച്ചു: എന്തുകൊണ്ടാണ് എപ്പോഴും ജരാസന്ധൻ്റെ സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കുകയും ജരാസന്ധനെ വിട്ടയക്കുകയും ചെയ്യുന്നതെന്ന്? അപ്പോൾ ബലരാമൻ്റെ ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: ഓരോ പ്രാവശ്യവും ജരാസന്ധൻ യുദ്ധത്തിനായി വരുമ്പോൾ ശ്രീകൃഷ്ണന്റെ സകല ശത്രുക്കളെയും കൂട്ടിയാണ് വരുന്നത്. കൃഷ്ണൻ പോലും അറിയാത്ത, കൃഷ്ണനോട് വിരോധമുള്ള ഒരുപാട് രാജാക്കന്മാരുമായാണ് ജരാസന്ധൻ 18 പ്രാവശ്യവും യുദ്ധത്തിനായി വരുന്നത്. ഇതുമൂലം ശ്രീകൃഷ്ണന് തൻ്റെ ശത്രുക്കളെ ഒറ്റയടിക്ക് കൊന്നൊടുക്കുവാനായി സാധിച്ചു. ഓരോരോ യുദ്ധങ്ങൾ ചെയ്യുന്നതിന് പകരം ജരാസന്ധൻ്റെ യുദ്ധത്തിനൊപ്പം തന്നെ ശ്രീകൃഷ്ണന്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുവാനായി ശ്രീകൃഷ്ണന് സാധിച്ചു. ജരാസന്ധൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയല്ല, പകരം തൻ്റെ ജോലി എളുപ്പമാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്ന്. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. ജരാസന്ധന് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു. എന്നാൽ ജരാസന്ധന് ഒരിക്കലും ശ്രീകൃഷ്ണന്റെ കൈകൊണ്ടല്ല മരണം വേണ്ടത്, അത് ഭീമന്റെ കൈകൊണ്ട് തന്നെയായിരിക്കണം.